കാരണം അവർ ഒരുപാട് പ്രയാസങ്ങൾ പ്രബോധന വഴിയിൽ അനുഭവിച്ചവരാണ് എന്നാണ് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂലി വലാ തസ്തഅജിലു, ആദ്യത്തെ റസൂലും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. എൻ്റെ ആ ഒരു അവസരം ഞാൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏഴാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുഴുവനായിട്ടും ഖുർആനിൽ പറയുന്നില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഈ ഒരു നുബുവത്ത് ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടം മാത്രമേ ഖുർആനിൽ പറയുന്നുള്ളൂ. അധികം പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാത്രമേ അതിലൊരു അപവാദം വരുന്നുള്ളൂ, ദീർഘമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ജനനം മുതൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽ അവസാനം തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ചരിത്രം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് തന്നെ പറയാം. അതുപോലെയൊന്നും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഖുർആനിൽ പറയുന്നില്ല. എന്നാലും കുറേ പറയുന്നുണ്ട്. 43 തവണ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഖുർആനുണ്ട്. പക്ഷെ അത് സുദീർഘമായിട്ടുള്ള സൂറത്തല്ല, കേവലം 2 പേജ് മാത്രമേ ആ ഒരു ചെറിയൊരു സൂറത്താണ്. ആ സൂറത്തിലും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത്, ചരിത്രം ഒന്നുകൂടിയും സവിസ്തരം പറയുന്നത് സൂറത്ത് ഹൂദിലാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നത് ഇത്രക്കാണ് വളരെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷെയ്ഖുൽ അംബിയ എന്നാണ് പറയുന്നത്. അബുൽ അംബിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വയസ്സ് ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു നാമം വന്നത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പണ്ഡിതന്മാർ നൽകിയ അപരനാമങ്ങൾ. ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം എത്ര കാലഘട്ടം കഴിഞ്ഞാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്? ഇവിടെ കാന ബൈന ആദം വനൂഹ് അഷ്റത്ത് ഖുറൂൻ, 10 കർണ്ണുണ്ട് എന്നാണ് ഒരു ഹദീത്തിൽ വരുന്നത്. ഇവിടെ കർണ്ണ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? അതിന് പണ്ഡിതന്മാർ വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലദൈർഘ്യം വ്യത്യാസപ്പെടും. ഒരർത്ഥം കർണ്ണ് എന്ന് പറഞ്ഞാൽ മിയത്ത് സന, 100 വർഷമാണ്. 100 വർഷമാണ് ആണെങ്കിൽ 10 കർണ്ണ് എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇടയിലുള്ള സമയം. ഇനി മറ്റു ചില പണ്ഡിതന്മാര് കർണ്ണ് എന്നതിന് ജീല്, തലമുറ എന്നർത്ഥം വെച്ചിട്ടുണ്ട്. വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്, അവിടെയൊക്കെ കർണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീലാണ്, തലമുറ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ തലമുറ എന്ന് പറഞ്ഞാൽ ഒരു തലമുറന്റെ കാലദൈർഘ്യം എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് തന്നെ പറയുന്നത് 950 വർഷക്കാലം പ്രബോധനം ചെയ്തു എന്നാണ്. ജീവിച്ചു എന്നല്ല, പ്രബോധനം ചെയ്തത് 950 വർഷക്കാലം. കാണാം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, പിന്നീട് 950 വർഷക്കാലം പ്രബോധനം നടത്തി, അതിനുശേഷം 60 വയസ്സും കൂടി ജീവിച്ചു എന്നുള്ളൊരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെ 1000 വർഷത്തിലേറായി. അപ്പോൾ ഒരു വ്യക്തി തന്നെ 1000 വർഷത്തിലേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തലമുറ, അപ്പോൾ ആ കാലഘട്ടത്തിലെ തലമുറ എന്ന് പറഞ്ഞാൽ അത്ര ആയിരിക്കും ദീർഘായുസുള്ളവരായിരിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10 കർണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ, അനുമാനത്തിലെത്താനേ പറ്റുള്ളൂ. ഏതായാലും 10 കർണ്ണാണ് എന്നെന്താണ് ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ തന്നെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, വ്യത്യസ്ത കാറ്റഗറിയിലുള്ളതായിരിക്കും. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, തിൽക്കർ റസൂലു ഫളൽനാ ബഅദഹും അലാ ബഅദ്, പ്രവാചകന്മാരിൽ ചിലരേക്കാൾ കൂടുതൽ എന്താക്കിയിട്ടുണ്ട്, ഒന്നുകൂടി പ്രത്യേകമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രവാചകന്മാർ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു 5 പ്രവാചകന്മാര് സവിശേഷത അർഹിക്കുന്നവരാണ്. അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വൈദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹ് വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം. വൈദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഒന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തത് വമിൻ നൂഹിൻ വ ഇബ്രാഹിമ വ മൂസ വ ഈസ ഇബ്നു മറിയം. ഇത്രയും ആൾക്കാരാണ് ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. അപ്പോൾ ആദ്യത്തെ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇത്രയും നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ ഒരുപാട് പ്രയാസങ്ങൾ
മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ പ്രബോധന വഴിയിൽ അനുഭവിച്ചവരാണ് എന്നാണ് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി വലാ തസ്തഅജിൽ ലഹും. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരാണ് എന്താക്കിയത്? പ്രബോധന വഴിയിൽ അത്രയധികം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവര് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നബിയെ, തസ്ലിയത്തുൽ ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായിട്ടും നബിതങ്ങൾക്ക് ഒരു ആശ്വാസവും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തായിരുന്നല്ലോ. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നുള്ള ജനത മുഴുവനും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ വരുന്നതാണ്. കാരണം ഖുർആൻ തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വലഖദ് നാദാനാ നൂഹും ഫലനിഅമൽ മുജീബൂൻ വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വജഅൽനാ ദുർരിയ്യതഹു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളെയാണ് ഹുമുൽ ബാഖീൻ, അവശേഷിക്കുന്നവരാക്കിയത്. അപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഏതൊരാളുടെയും പരമ്പര നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ചെന്നെത്തുമെന്ന കാര്യത്തിൽ മക്കളിലേക്ക് ചെന്നെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, പിന്നെ നമ്മൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പറയുന്നു, വലഖദ് ഖലഖ്നാകും സുമ്മ സവ്വർനാകും എന്നാണ് പറയുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ നമ്മളും, അഥവാ മലക്കൊക്കെ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുൽബിലുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിന് പറയുന്നുണ്ട്. ഇന്നാ ലമ്മാ തഗൽമ വഹമൽനാകും ബിൽ ജാരിയ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കപ്പലിൽ ജനങ്ങളൊക്കെ പിന്നെ നമ്മളെയും കൂടി ഉൾപ്പെടുത്തിയാണ് എന്താക്കുന്നത്. അതെ, നമ്മളെയും കൂടി കയറ്റി എന്നാണ് എന്താക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നമ്മൾ പറയാനുള്ളത്. ഇനി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൊസൈറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ ആളുകളും പിന്നെ മുസ്ലിങ്ങളായിരുന്നു എന്നൊരു ഹദീത്ത് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹദീത്ത് ഉണ്ടല്ലോ, അവർക്കിടയിൽ 10 കർണുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ഉണ്ട് കുല്ലുഹും അലൽ ഇസ്ലാം, അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിലാണ് ആദ്യമായിട്ട് ബിംബാരാധന ഷിർക്ക് കടന്നു വന്നത്. അത് സൂറത്ത് നൂഹിൽ പറയുന്നുണ്ട്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂത വയഊക വനസ്ര. ഇതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ച സാലിഹ്യങ്ങളായിട്ടുള്ള വ്യക്തികളായിരുന്നു. ഈ ഇതൊക്കെ ബിംബങ്ങളുടെ പേരാണ്. ആ ബിംബങ്ങളുടെ പേര് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച സാലിഹ്യങ്ങളുടെ പേരായിരുന്നു ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു പാത പിന്തുടർന്ന് മറ്റുള്ളവർ ജീവിക്കണമല്ലോ. കാരണം നമ്മൾ നമ്മുടെ മുൻഗാമികളുടെ പാത പിന്തുടർന്നാണ് ജീവിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ഒരു പാത പിന്തുടർന്ന് ജീവിക്കുന്ന സന്ദർഭത്തിൽ പിശാച് വന്ന് അവരോട് എന്ത് പറഞ്ഞു? അവരെ പാത പിന്തുടർന്ന് നിങ്ങൾ ജീവിക്കുകയാണല്ലോ, അപ്പോൾ അവരുടെ ഒരു രൂപം കൂടി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊന്നുകൂടി ഒരു എന്താണ് മനസ്ഥൈര്യം, ഒരു പ്രചോദനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് കാലക്രമേണ ആ ഒരു രൂപത്തെ, ആദ്യമൊന്നും ആ രൂപത്തെ ദൈവികത കൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതൊരു ബിംബമായിട്ട് സ്വീകരിക്കുകയൊന്നുമില്ലായിരുന്നു. പിന്നീട് കാലക്രമേണ തലമുറകൾ മാറി മാറി വരുന്ന സന്ദർഭത്തിൽ അവരെന്ത് തുടങ്ങി? ഇതിനെ ആ ഒരു ബിംബത്തെ തന്നെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയാണ് എന്താക്കുന്നത്? ഷിർക്ക്, ബിംബാരാധന എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആദ്യത്തെ റസൂലും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇവിടെ നമ്മൾ റസൂലും നബിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം പറയുന്നത് നല്ലതായിരിക്കും, ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണ്, പക്ഷെ റസൂലല്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയുമാണ്, അതോടൊപ്പം തന്നെ റസൂലുമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, റസൂല് എന്ന് പറഞ്ഞാൽ വഹ്യ് ലഭിക്കുകയും ചെയ്തു, അതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യാനായി കൽപ്പിക്കപ്പെടുകയും ചെയ്തൊരു വ്യക്തി, അതാണ് റസൂല് എന്ന് പറയുന്നത്. നബി സൊസൈറ്റിയിലേക്ക് വന്ന പ്രവാചകനാണ്. നേരെ മറിച്ച് ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യ് ലഭിച്ചിട്ടുണ്ട്, പ്രബോധനത്തിനായിട്ട് എന്തായിട്ടില്ല, കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വേറെ കുറെ ഡെഫിനിഷൻസ് ഉണ്ട്, പക്ഷെ വളരെ പ്രബലമായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രബോധനം കൽപ്പിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ വഹ്യ് ലഭിച്ച
വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് പിന്നെ ഇത് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഹദീസിലുണ്ട്, യാ നൂഹ് അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ് വസമ്മാകല്ലാഹു അബ്ദൻ ഷക്കൂറ. താങ്കളാണ്, അത് അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നാളെ മഹ്ശറയിൽ പിന്നെ ആദം അലൈഹി സ്വലാത്തു ഓരോ പ്രവാചകൻ പിന്നെ ഓരോരുത്തരും പ്രയാസത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തർ ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകുന്ന നേരം ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചില റീസൺസ് പറഞ്ഞ് എനിക്ക് ശുപാർശ ചെയ്യാൻ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പക്കൽ അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് അവർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ്, യാ നൂഹ്, ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹദീസാണ്, അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ്, താങ്കളാണ് പിന്നെ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംശയിച്ചേക്കാം, അപ്പോൾ അതിന് മുന്നേ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലേ എന്ന് സംശയിച്ചേക്കാം. ആ ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് പറയുന്നത്. മാത്രമല്ല ആദ്യമായിട്ട് ഷിർക്ക് വന്നത് ഏതിലാണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൊസൈറ്റിയിലാണ്. അതുകൊണ്ട് തഫ്സീറുകൾ കാണാം, ആദം നബി അലൈഹി സ്വലാം പിന്നെ നിയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുമ്പോൾ ഹവ്വാ ബീവി ഉള്ളത്, അങ്ങനെ ഒരു സൊസൈറ്റിയിലേക്ക് വന്നിട്ടില്ല. പിന്നീട് വന്ന ആളുകളൊക്കെ ഏകദേശം അങ്ങനെയാണ്. പിന്നെ ഏകദേശം ഒരു നാഗരികതയും ഒരു സമൂഹം തുടങ്ങുന്ന ഇദ്രീസ് നബിയുടെ കാലഘട്ടത്തിലാണ് അവരുടെ മകനായിട്ടുള്ളത്. ഇദ്രീസ് നബിയുടെ മകനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം തൊട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ആണ് സൊസൈറ്റിയും മറ്റൊക്കെ രൂപപ്പെട്ടു ഒരു സൊസൈറ്റി അതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഷിർക്ക് വന്നതും ഈ ഒരു ആ രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അതുപോലെ തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇടയിൽ വരുന്ന ഒരു പ്രവാചകനാണ്. പക്ഷെ അത് ഖുർആനിൽ കൂടുതലായിട്ട് അവരുടെ ചരിത്രം പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഷഫാഅത്തിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അവിടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കാര്യം പരാമർശിക്കുന്നത് നന്നാവും തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ശുപാർശയിൽ നിന്ന് പലതും പറഞ്ഞ് പിന്നെ അവരുടേതായ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുമ്പോൾ അവസാനം അത് ഷഫാഅത്തിന് ചെയ്യുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെ പറയുന്നത് ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയും ദഅവതഹു. എല്ലാ പ്രവാചകന്മാർക്കും സ്വീകരിക്കപ്പെടുന്നൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാവരും അത് ദുന്യാവിൽ നിന്ന് തന്നെ ഉപയോഗിച്ചു. പല പ്രബോധന ഘട്ടത്തിൽ വന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. നബി തങ്ങൾ പറഞ്ഞത് ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആ ഒരു അവസരം ഞാൻ നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ ഉമ്മത്തിന് വേണ്ടി, അതെ, സ്നേഹമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട് അവിടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ ഒരു ഷഫാഅത്ത് നൽകി നമുക്ക് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.